ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വ ക്ഷമയുടെ പുതിയ എപ്പിസോഡിലെ ജീവ രാധികയുടെക്കും ഞാൻ തുറന്നു ചോദിക്കുന്നോണ്ട് തനിക്കൊന്നും തോന്നരുത്. താൻ ആരെങ്കിലുമായിട്ട് ഇഷ്ടത്തിലാണോ? അത് കേൾക്കുമ്പോ രാധികയുടെ ഉള്ളില് ആ ഒരു പ്രണയം വരുന്നുണ്ടെങ്കിലും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സാർ, ഒരുപാട് വേലിക്കെട്ടുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ മാത്രമല്ല, എന്റെ മോഹങ്ങളും ഈ വേലിക്കെട്ടിനുള്ളിൽ തന്നെയാ. അത് വിട്ട് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. എങ്കിൽ ഞാൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് രാധിക അവിടുന്ന് പോവാ. ഈ സമയം ജീവ ആലോചിച്ചതിനു ശേഷം പിന്നാലെ ജീവയും പോവും. ദേവനാരായണൻ തിരുമേനി ക്ഷേത്രത്തിനകത്തുണ്ട്. രാധിക കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ പുറത്തു വെച്ച് ക്ഷേത്രത്തിനകത്തേക്ക് കയറാണ്. തിരുമേനിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, അവിടെ എല്ലാം നന്നായി കഴിഞ്ഞു വച്ചാ. മോളെ ആരെങ്കിലും കണ്ടോ? ഇല്ലച്ചാ, പെട്ടുപോകുന്നു ഞാൻ കരുതി. എങ്ങനെയോ രക്ഷപ്പെട്ടു. പിന്നെ ഭക്ഷണം പ്രിയങ്ക ഉണ്ടാക്കിയതാണെന്ന് കരുതി എല്ലാവരും അവളെ കുറിച്ച് നല്ലത് പറഞ്ഞു. അവളുടെ കൈപുണ്യത്തെ കുറിച്ചും അച്ഛന്റെ മകളായതിനെ കുറിച്ചൊക്കെ. തിരുമേനി പറയും, യഥാർത്ഥ കൈകൾ ഏതാണെന്ന് അവർക്കറിയില്ലല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, മോളുണ്ടാക്കിയ ആഹാര സാധനങ്ങൾ അവര് നാവിൽ വെക്കുമ്പോ അവര് സന്തുഷ്ടരാവുന്നു. രാധിക പറയും, പ്രിയങ്കയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ, എനിക്കത് മതി. അച്ഛൻ പറയും, പക്ഷെ എത്ര കാലം? എന്നും നിനക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനും കൊണ്ടുപോയി കൊടുക്കാനൊക്കെ പറ്റുമോ? രാധിക പറയും, അവളെ ഞാൻ പതുക്കെ പഠിപ്പിച്ചെടുത്തോളാം അച്ഛാ. ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുമ്പോ വീഡിയോ കോൾ ചെയ്തും ഞാൻ കാണിച്ചു കൊടുത്തോളാം. അപ്പൊ തിരുമേനി പറയും, അവൾക്ക് പകരം നീയാണ് ഒരു കുടുംബത്തിലേക്ക് പോയതെങ്കിൽ അച്ഛൻ സമാധാനമായിട്ട് ഉറങ്ങിയേനെ. പക്ഷേ പ്രിയങ്കമ്മളുടെ കാര്യം അങ്ങനെയല്ല. ആളുകളുടെ മുന്നില് നല്ല രീതിയിൽ പെരുമാറാൻ പോലും അവൾക്ക് ശീലമില്ല. പറ്റുന്ന സമയത്തൊക്കെ മോൾ അവൾക്ക് നല്ലത് ഉപദേശിക്കണം കേട്ടോ. അങ്ങനെ രാധികയും തിരുമേനിയും സംസാരിച്ചിരിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും ജീവ വരുന്നത്. ജീവയ്ക്ക് നല്ല സന്തോഷമുണ്ട് ഇത് കാണുമ്പോ. അങ്ങനെ തിരുമേനി പറയും, ഇവിടെ അന്ന് ഷൂട്ടിങ്ങിന് വന്ന ആളല്ലേ? അപ്പോഴാ രാധിക ജീവയെ കാണുന്നത്. ഒന്ന് ഞെട്ടിപ്പോവും. എന്നിട്ട് എഴുന്നേറ്റ് അച്ഛന്റെ അടുത്തേക്ക് നിൽക്കും. തിരുമേനിക്കും, എന്താ വീണ്ടും ഈ വഴിക്ക്? ജീവ പറയും, ഒന്ന് തൊഴുതിട്ട് പോവാന്ന് കരുതി. ഇവിടെ ഷൂട്ടിന് വന്നപ്പോ ഇവിടുത്തെ ഭഗവാന്റെ ശക്തിയെ കുറിച്ച് ആൾക്കാർ കുറെയൊക്കെ പറഞ്ഞു തന്നിരുന്നു. എന്റെ ജീവിതത്തില് അതിന്റെ കുറെ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തിരുമേനിക്കും, അതെയോ, എന്താ അത്? ജീവറിയും, ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. 1-2 വർഷങ്ങളായിട്ട് അത് മുടങ്ങി കിടക്കുമായിരുന്നു. ഇവിടെ ഷൂട്ടിന്റെ അന്ന് നടയിൽ നിന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞ ഒരു പരാതി പോലെ ഭഗവാനോട് അതൊക്കെ പറയുകയും ചെയ്തു. അന്ന് രാത്രി ഹോട്ടലിൽ ചെന്നപ്പോ എനിക്കൊരു കോള് വന്നു. ആ പ്രൊജക്ട് ലൈവായി, അടുത്ത മാസം അതിന്റെ ഷൂട്ടിംഗ് ആണെന്ന്. രാധിക ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ തിരുമേനി പറയും, ആഹാ, അത് നന്നായല്ലോ. ഇനി പ്രൊജക്ട് നോക്കിയായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് ഇങ്ങോട്ട്. എല്ലാ വഴിപാടും കഴിക്കണം. പിന്നെ തിരുമേനി, ഞാൻ അങ്ങയെ ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത്. തിരുമേനി പറയും, എന്തിനാ അങ്ങനെയൊക്കെ സംശയിക്കുന്നത്? ചോദിച്ചോളൂ. എന്നെ കൊണ്ട് ആവുന്ന സഹായമാണെങ്കിൽ ഞാൻ ചെയ്യാം. ജീവിക്കും. തിരുമേനിക്ക് ഈ ഗ്രാമത്തിലെ എല്ലാവരെയും അറിയായിരിക്കല്ലോ. വീട്ടിലാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയും വിവാഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രഷർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അപ്പൊ തന്നെ രാധിക ടെൻഷനിലായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജീവ പറയും, എനിക്കാണെങ്കിൽ വിവാഹത്തെ കുറിച്ചുള്ള ഒരേ ഒരു കൺസെപ്റ്റ് ഒരു നാടൻ പെൺകുട്ടി ആയിരിക്കണം എന്നാ എന്ന് പറഞ്ഞ രാധികയെ നോക്കുമ്പോ രാധിക വേഗം തിരിഞ്ഞു നിൽക്കും. ദൈവഭയത്തോടു കൂടെ ജീവിക്കുന്ന ഒരു കുട്ടി. അല്ല, അങ്ങയുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് രാധിക ഇങ്ങനെ നോക്കും. രാധികയ്ക്ക് മനസ്സിലായിട്ടുണ്ട് തിരുമേനിക്ക് രാധികയാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. ഈ നാട്ടില് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ വിവാഹത്തിന്റെ കാര്യം എന്നൊക്കെ പറയുമ്പോ എന്റെ വിശ്വാസത്തില് അതൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണെന്നാ. അങ്ങനെ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഒരു കുട്ടിയെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വഴിക്ക് അവിടെ എത്തിച്ചേരും. ജീവ അപ്പോഴും പ്രണയത്തോടു കൂടി രാധികയെ നോക്കും. രാധിക മുഖം കൊടുക്കുന്നില്ല. അങ്ങനെ തിരുമേനി പറയും, എന്ന് കരുതി ഞാൻ അന്വേഷിക്കില്ല എന്നല്ലാട്ടോ, ഞാൻ അന്വേഷിക്കാം, ഇപ്പൊ തൊഴുതോളൂ. അങ്ങനെ ജീവ തൊഴാൻ പോവും. രാധിക ആകെ ടെൻഷനിലാ നിക്കണേ. തിരുമേനി പറയും, മോളെ, ഞാൻ കാവ് വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. രാധിക അവിടെ ഇരുന്ന് പൂക്കളൊക്കെ പൂമാല ഉണ്ടാക്കുക. ജീവ പോയി പ്രാർത്ഥിക്കും. ശേഷം രാധികയെ നോക്കിയതിനു ശേഷം തിരുമേനി അവിടുന്ന് പോയി കഴിഞ്ഞാൽ രാധികയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, അച്ഛനോട് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയേ ഉള്ളൂ. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി താനാണെന്ന്. രാധിക ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റാതെ നിക്കണേ. പിന്നെ ജീവ പറയും, അതൊക്കെ ഞാൻ സൗകര്യം പോലെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങാ. തിരിഞ്ഞു വന്നിട്ട് പറയും, അപ്പോഴേ എന്റെ ആപ്ലിക്കേഷൻ ഒന്ന് പരിഗണിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ജീവ അവിടുന്ന് പോവും. രാധിക തലയിൽ കൈവച്ച് മേടിച്ചുകൊണ്ട് അവിടെ ഇരിക്കണേ. ഈ സമയം വരുൺ താലി കെട്ടിയ കാര്യങ്ങളൊക്കെ രാധിക ആലോചിക്കുന്നുണ്ട്. ഇതിപ്പോ ആരോടും പറയാനും വയ്യല്ലോ. ശേഷം കഴുത്തിൽ കിടക്കുന്ന ആ താലിമാല ഇങ്ങനെ പിടിച്ച് വിഷമത്തോടു കൂടെ ഇങ്ങനെ നിൽക്കണേ രാധിക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ്. സൂര്യ എന്തോ വീഡിയോ ഫോണിൽ ഇങ്ങനെ കാണുന്നുണ്ട്. കൽപ്പന വരുമ്പോ കൽപ്പന മൈൻഡ് ചെയ്യാണ്ട് അങ്ങ് പോവും. അപ്പൊ സൂര്യ വിളിക്കും, കൽപ്പന 1 മിനിറ്റ്, താനിവിടെ വന്നൊന്ന് ഇരിക്കടോ. അപ്പോ കൽപ്പന പറയും, എനിക്ക് കിടക്കണം. സൂര്യ പറയും, ശരി, എങ്കിൽ ഞാൻ കാര്യം എന്താന്ന് പറയാം. ഊണുമേശയില് പ്രിയങ്ക അത്രയും വിഭവങ്ങൾ വിളമ്പുമ്പോഴും എല്ലാവരും പ്രിയങ്കയെ പുകഴ്ത്തി സംസാരിക്കുമ്പോഴും ഞാൻ തന്നെ ശ്രദ്ധിക്കായിരുന്നു. തനിക്കെന്തിനാ ആ കുട്ടിയുടെ ഇത്രയ്ക്ക് ദേഷ്യം? അവള് തന്നെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വരുണിനെയാ, അത് തനിക്കറിയാം. അവന്റെ ഭാര്യയെ ഞാൻ കാണുന്നത് എന്റെ കൂടപ്പിറപ്പായിട്ടാ. അങ്ങനെ തന്നെ തനിക്കും കാണാൻ കഴിയെങ്കിലേ കൽപ്പന അപ്പ തന്നെ പറയും, ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെ കൺമുന്നിൽ കാണുന്നവരെയൊക്കെ സഹോദരിയായിട്ട് കാണാൻ നല്ല ബുദ്ധിമുട്ടാ. സൂര്യ പറയും,
ഒരു കാര്യം ഞാൻ പറയാം, പ്രിയങ്കയോട് മത്സരിക്കാൻ ശ്രമിച്ചാൽ പലയിടത്തും താൻ തോൽക്കും. അത് തനിക്ക് പിന്നെ വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കും. കൽപ്പന പറയും, മതി, അനുജത്തിയെ കുറിച്ച് വാദോരാതെ സംസാരിക്കാൻ. അവളെ കെട്ടിയൊരുത്തനുണ്ട്, നിങ്ങൾ അതിലിടപെടണ്ട. അപ്പോ ഗൗതം മുകളിൽ നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അവിടെ നിൽപ്പുണ്ട്. സൂര്യ കണ്ടിട്ടില്ല. ഗൗതം പറയും, ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് നടക്കട്ടെ നടക്കട്ടെ. അങ്ങനെ ഗൗതമിന്റെ മുന്നിൽ വെച്ച് വെക്കും, നിങ്ങളും അനിയനും ഒരാത്മാവാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവനോട് ചോദിക്കാത്ത എന്താ? ഇന്ന് വെച്ച് വിളമ്പിയത് അവന്റെ ആരുമല്ല, അവനെ ചതിച്ചതാണെന്നാ അവൻ പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചോ? അല്ല, അതിന്റെ പരിഹാരം കണ്ടോ? അനുജനെ സ്നേഹിക്കുന്നവനാണെങ്കിലേ അല്പമെങ്കിലും ആണത്തും ബാക്കിയുണ്ടായിരുന്നെങ്കിലേ അടിച്ചിറക്കണായിരുന്നു അവളെ ഇവിടുന്ന്. അതോ അക്കാര്യത്തിൽ മാത്രം അനുജന് വിശ്വാസമില്ലേ? അതിൽ സൂര്യ കൽപ്പന എന്നങ്ങ് വിളിക്കും. കൽപ്പന, നിങ്ങളൊക്കെ മനസ്സിലിരിപ്പേ നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇരിക്കുന്നത് വീൽ ചെയറിലാണെങ്കിലും ചിലയിടത്തിലേക്ക് നോട്ടം എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ സൂര്യ കൽപ്പനെ എന്ന് ദേഷ്യത്തിൽ വിളിക്കുമ്പോ കൽപ്പന അടുത്തു വന്നിട്ട് പറയും, എന്നെ ഉപദേശിക്കാനോ ശാസിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ പൊള്ളുന്ന പലതും നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരും. എന്റെ മുന്നിൽ വെച്ച് അവളെ വാഴ്ത്തിപ്പാടാന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അതിതാ ഇവിടെ ഇവിടെ ഇപ്പൊ വെച്ച് അവസാനിപ്പിച്ചോ. കണിമംഗലത്തെ മൂത്ത മരുമകളെ ഈ കൽപ്പനയാ. അത് മാത്രമല്ല എന്റെ യോഗ്യത. ഈ വീൽ ചെയറിലിരുന്ന് ഉരുളുന്ന നിങ്ങളെ ഇപ്പോഴും കെട്ടിയനാണെന്ന് തന്നെയാ ഞാൻ മറ്റുള്ളവരോട് പറയുന്നത്. അതെ, അതെന്റെ ഭിക്ഷയാ. കണിമംഗലത്തുകാരുടെ പാത്രത്തിലെ ഞാനിടുന്ന ഭിക്ഷ എന്ന് പറഞ്ഞ് സൂര്യനെ ഇങ്ങനെ വേദനിപ്പിക്ക. ഇതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ ചിരിക്ക. അപ്പോഴായിരിക്കും ഇത് കേട്ടുകൊണ്ട് കൽപ്പനെ എന്നിങ്ങനെ നല്ല കടുപ്പത്തിൽ വിളിച്ചുകൊണ്ട് സൂര്യയുടെ അച്ഛനങ്ങോട്ട് വരുന്നത്. അതില് എല്ലാരും ഞെട്ടിപ്പോവും. കൽപ്പനയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മൈൻഡ് ചെയ്യാണ്ട് നിൽക്കും. സൂര്യക്ക് അങ്ങ് വിഷമാവും. അല്ലച്ചാ, ഞങ്ങള് വെറുതെ. അച്ഛൻ പറയും, നീ മിണ്ടരുത്. കൽപ്പനയുടെ പ്രശ്നം എന്താ? ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ പലതും കേൾക്കുന്നുണ്ട്. കണിമംഗലത്തുകാർക്ക് ഭിക്ഷ എറിയാൻ നിനക്കോ നിന്റെ കുടുംബത്തിനോ ആയെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട മോളെ. എന്റെ മകൻ തളർന്നു പോയിട്ടുണ്ട്. അവനെ ഉപേക്ഷിച്ച് നീ പോയില്ല എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിന്റെ കടപ്പാട് ഈ കുടുംബത്തിലെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ തലയിൽ കയറിയിരിക്കാന്ന് നീ കരുതരുത്. ഒരു ഗുണമില്ലെന്ന് നീ അവനെ കുറിച്ച് പറയരുത്. ഞങ്ങൾക്കിപ്പോഴും സൂര്യൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനാ. കൽപ്പന പറയും, മകനെ കുറിച്ച് അഭിമാനം ഉണ്ടെങ്കിലേ അത് ആഘോഷിച്ചോളൂ. എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷെ എന്നെ ചവിട്ടി താഴ്ത്താൻ ഞാൻ അനുവദിക്കില്ല. പുതിയൊരുത്തി വന്ന് കയറിയപ്പോ അച്ഛനടക്കം എല്ലാവരും എന്നെ അവഗണിക്കാ. ഇല്ലെന്ന് അച്ഛന് പറയാൻ പറ്റുമോ? അതിൽ അച്ഛൻ പറയും, അത് നിന്റെ തോന്നലാണ്. വന്നു കയറിയ പെൺകുട്ടി എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുന്നു. അടുക്കളയിൽ കയറി അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതിൽ പരിഭവം കാണിച്ചിട്ട് എന്താ കാര്യം? കൽപ്പന പറയും, എനിക്കൊരു പരിഭവം ഇല്ല. പക്ഷെ അച്ഛനൊന്നും മറക്കണ്ട, വരുണു അവളും ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല അച്ഛാ. അച്ഛന്റെ കൺമുന്നിൽ അവർ കാണിക്കുന്നതൊക്കെ വെറും അഭിനയം മാത്രമാ. താൻ ഇഷ്ടപ്പെട്ടവൾ എവിടെയുണ്ടെന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കുക അച്ഛന്റെ ഇളയ മകൻ. ഇതങ്ങ് കേൾക്കുമ്പോ അച്ഛനങ്ങ് ഞെട്ടിപ്പോവും. ഒരു ദിവസം അങ്ങനെ ഒരുത്തിയെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവന്നാലോ? ഇപ്പൊ പുണ്യവതിയാണെന്ന് പറയുന്ന ഈ പെണ്ണിനോട് അച്ഛൻ എന്ത് സമാധാനം പറയും? അതോ ഇനി ചെയ്തത് വരുണല്ലേ, അതുകൊണ്ട് അവന്റെ കൂടെ 2 ഭാര്യമാര് ജീവിച്ചോട്ടെ എന്ന് പറയോ അച്ഛൻ? അതോ അവനെ കണിമംഗലത്തുനിന്ന് അടിച്ചിറക്കോ? ഇതൊക്കെ കേൾക്കുന്ന അച്ഛൻ ആകെ ഷോക്കായി നിൽക്കണേ. അങ്ങനെ കൽപ്പന പറയും, പറയച്ചാ. സൂര്യ കൽപ്പനെ എന്ന് വിളിക്കുമ്പോ സൂര്യയുടെ കൽപ്പന പറയും, പറയട്ടെ സൂര്യ, ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ ഇതിന് ഉത്തരം പറയേണ്ടത് തന്നെയാണ്. എല്ലാത്തിനൊടുവില് അച്ഛന്റെ അടുത്ത് മകനും ഇതുപോലൊരു വീൽ ചെയറില് കണിമംഗലത്തിന്റെ ഹാളിലിരിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ചതിച്ചതിന്റെയും കരയിപ്പിച്ചതിന്റെയും പേരില് ആൾക്കാർ അവനെ തല്ലി ചതിച്ചൊന്നും വരും എന്ന് പറയുമ്പോ എല്ലാം കൂടെ കേട്ട് അച്ഛന് നെഞ്ഞുവേദന വരികയാണ്. വീഴാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് സൂര്യ ആകെ പേടിക്കും. ഗൗതവും സൂര്യയും പിടിക്കുന്നുണ്ട്. കൽപ്പന മൈൻഡ് ചെയ്യാതെക്കും. ഇതിന് സൂര്യ അർക്കനെ വരുൺ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കുക. അപ്പോഴേക്കും അമ്മയും പ്രിയയും എല്ലാരും ഓടി വരും. വരുണും എന്താച്ചാ? വരുണ് വേഗം പിടിച്ച് അച്ഛനെ എവിടേക്ക് ഇരുത്തും. ഉർവശി ഈ സമയം കൽപ്പനയോട് എന്താ എന്ന് നോക്കുമ്പോ കൽപ്പന ഒന്നുമില്ലെന്ന് പറയും. അങ്ങനെ എല്ലാരും അച്ഛനെ വേഗം അവിടെ ഇരുത്തും. അച്ഛനോട് എന്താന്ന് ചോദിക്കുമ്പോ ഇച്ചിരി വെള്ളം എടുക്കാനാ പറയണേ. അങ്ങനെ അമ്മ വെള്ളം എടുക്കാൻ പോവും. വരുൺ ചോദിക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അച്ഛൻ പറയും, ചെറിയൊരു തളർച്ച പോലെ. പ്രിയ പറയും, എന്നിട്ടാണ് ഒന്നുമില്ലെന്ന് പറയുന്നത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാച്ചാ. അച്ഛൻ പറയും, വേണ്ട മോളെ, മോളുണ്ടാക്കിയ പായസവും ഹലുവയൊക്കെ ഒരുപാട് കഴിച്ചില്ലേ, ഷുഗർ ഷൂട്ടപ്പ് ചെയ്തതായിരിക്കും. അപ്പോഴേക്കും അമ്മ വന്ന് വെള്ളം കൊടുക്കണേ. ഈ സമയം ഗൗതം ചോദിക്കും, വലിച്ച ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവാൻ എന്തെങ്കിലും കാരണം? അതിലച്ഛൻ വരുണിനെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, നമ്മുടെ കുടുംബത്തിൽ ഇപ്പോ ടെൻഷനുള്ള കാര്യമൊന്നും ഇല്ലല്ലോ. വരുണിന് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അമ്മയാണെങ്കിൽ പറയും, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, ഒന്നുമില്ലെന്ന് അറിഞ്ഞ ഒരു സമാധാനം ഉണ്ടാവും. അപ്പൊ അച്ഛൻ ചോദിക്കും, ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് സമാധാനം ഇല്ലേ? ഒന്നുമില്ലടോ. ഈ സമയം കൽപ്പന അതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോവും. സൂര്യ ആകെ സങ്കടത്തിലാ. വരുൺ ചോദിക്കും, വാച്ചാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാനില്ല മോനെ, നിന്നെ പോലെ തുള്ളിച്ചാടി നടക്കാൻ ഞാൻ ചെറുപ്പമൊന്നും അല്ലല്ലോ, പ്രായമായില്ലേ, അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇതിന് വലിയ കാര്യമാക്കി പരസ്പരം പെരുപ്പിച്ച് പറയണ്ട, അത് കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും വരുൺ ആകെ ഒരു വിഷമം. ഈ സമയം കൽപ്പന പുറത്തേക്ക് നിന്നിങ്ങനെ ചിരിക്കുക. അപ്പോഴേക്കും ഉർവശിയും ഗൗതമും വരും. ഉർവശി പറയും,
സൂര്യയുടെ വിളി കേട്ടപ്പോ ഞാൻ കരുതി ഏട്ടന് ശരിക്കും എന്തോ സംഭവിച്ചു. ആളുടെ മനസ്സിലെന്തോ കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട്, അതാ പെട്ടെന്ന് ഇങ്ങനെ. ഗൗതം പറയും അതിന്റെ കാരണം കൽപ്പനയാ. വല്യച്ഛന്റെ മനസ്സ് കീറുന്ന രീതിയിലായിരുന്നു കൽപ്പനയുടെ പെർഫോമൻസ്. വല്യച്ഛൻ വീഴുന്ന കരുതിയത്. ഉർവശിയും അങ്ങനെ ഒരു വീഴ്ചയ്ക്ക് അധിക സമയം ഉണ്ടാവില്ല. കണിമംഗലത്തെ കാര്യങ്ങളെല്ലാം ചിലപ്പോ ചന്ദ്രേട്ടൻ നോക്കുകയും നിശ്ചയിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോവാണ്. ഈ സമയത്തായിരിക്കും കാറിൽ പാട്ടും കേട്ടുകൊണ്ട് ഐശ്വര്യ ഇങ്ങനെ വരുന്നത്. പെട്ടെന്ന് തന്നെ രാധികയെ കാണുമ്പോ അങ്ങ് ഞെട്ടിപ്പോവും. വേഗം വണ്ടി നിർത്തി രാധികയെ നോക്കാ. വേഗം അതൊന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് രാധികയെ പിന്തുടർന്നുകൊണ്ട് പോവും. അങ്ങനെ വെപ്രാളത്തിൽ ഓടിപ്പോകുന്നതിനിടയില് നടന്നു വരുന്ന ഒരാളുടെ ദേഹത്ത് തട്ടി അയാളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ താഴെ വീണുപോവാ. അയ്യോ സോറി എന്ന് പറഞ്ഞ് രാധികയെ നോക്കിക്കൊണ്ട് ഐശ്വര്യ അതെല്ലാം അങ്ങനെ എടുത്തു വെക്കാൻ അയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും രാധിക അവിടെ നിന്ന് അങ്ങ് നടന്നു പോവും. ഇതെല്ലാം കഴിഞ്ഞ് ഐശ്വര്യ നോക്കുമ്പോഴേക്കും രാധികയെ കാണുന്നില്ല. ഛേ, കഷ്ടം, കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ നിമിഷം എല്ലാം വെളിവായനെ. ഇതെങ്ങനെ ഈ പെൺകുട്ടി അപ്രത്യക്ഷമാവുന്നത് എന്ന് പറഞ്ഞ ശേഷം അവിടുന്ന് പോവാണ്. ശേഷം ഐശ്വര്യ വേഗം വക്കീലിന്റെ അടുത്തേക്ക് പോവാ. എന്നിട്ട് ഇക്കാര്യം പറയും. മുമ്പ് ഞാൻ കണ്ടതും ഈ പെൺകുട്ടിയെ തന്നെയാ. പക്ഷെ എല്ലാം എന്റെ തോന്നലാണോന്ന് ഇടയ്ക്കൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതെന്റെ തോന്നലല്ല, അത് തന്നെയാ ശ്യാമയുടെ മകള്. വക്കീല് പറയും എന്ന് പറഞ്ഞ ഐശ്വര്യയുടെ ശത്രു ആ കുട്ടി ശ്യാമയുടെ തനി പകർപ്പാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അവര് ഈ ശ്രീകൃഷ്ണപുരത്താണ്. എന്നിട്ടും തിരിഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ അത് വളരെ മോശമാണല്ലോ ഐശ്വര്യ എന്ന് പറയുമ്പോ ഐശ്വര്യക്ക് ഉള്ളിൽ വീണ്ടും ദേഷ്യം വരികയാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്